Okay, next concept is division by t. It's another property of Laplace transform. That is, if we know the Laplace transform of f of t is f bar s, then the Laplace transform of f of t divided by t is equal to integral s to infinity f bar s ds, provided the integral exists. That is, if Laplace transform f of t is equal to f bar s, then Laplace transform f of t divided by t is equal to integral s to infinity f bar s ds. വളരെ സിമ്പിൾ ആണ്. എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാമെങ്കിൽ അതിനെ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് ടി ബൈ ടിയുടെ ട്രാൻസ്ഫോം ആണ്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ബാർ എസ് എന്നാണ് എന്ന് അറിയാമെങ്കിൽ എഫ് ഓഫ് ടി ബൈ ടിയുടെ ട്രാൻസ്ഫോം കാണാൻ എഫ് ഓഫ് ടിയുടെ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. ലോവർ ലിമിറ്റ് ഓഫ് എസ് ഈസ് എസ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് എസ് ഈസ് ഇൻഫിനിറ്റി. ഇപ്പോൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഒരു പക്ഷേ ആൻസറും ഇൻഫിനിറ്റി ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഒരു കണ്ടീഷൻ എഴുതിയിരിക്കുന്നത്. ആൻസർ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിന് അർത്ഥമില്ല, അങ്ങനെയുള്ള പ്രോബ്ലത്തിന് മീനിങ് ഇല്ല. അതുകൊണ്ട് ആൻസർ ഇൻഫിനിറ്റി വരാത്ത കേസിൽ മാത്രമേ ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൊവൈഡഡ് ദ ഇന്റഗ്രൽ എക്സിസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് അതാണ്. ആൻസർ ഡെഫിനിറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റി ആകാൻ പാടില്ല. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എഴുതാവുന്നതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. രണ്ട് പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ ആകും. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി f bar s ds into ds. രണ്ട് പ്രാവശ്യം എഫ് ബാർ എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. സോ നെക്സ്റ്റ് പ്രോബ്ലം, ഫസ്റ്റ് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ബൈ ടി. ഡിവിഷൻ ബൈ ടി ഉപയോഗിച്ചുള്ളൊരു പ്രോബ്ലം ആണ്. എഫ് ഓഫ് ടിക്ക് പകരം സൈൻ ടി ആണ്. എഫ് ഓഫ് ടി ബൈ ടി എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലം ആണിത്. So this is of the form Laplace transform of f of t by t, where f of t is equal to sin t. ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സൈൻ ടിയുടെ ട്രാൻസ്ഫോം എന്താണെന്ന് എഴുതുക. സൈൻ ടിയുടെ ട്രാൻസ്ഫോം നമുക്ക് ബേസിക് റിസൾട്ട് ഉണ്ട്. സൈൻ എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എക്ക് പകരം ടിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. എക്ക് പകരം 1 കൊടുക്കുക. സൈൻ ടിയുടെ ട്രാൻസ്ഫോം 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. So therefore Laplace transform of sin t by t is equal to, using this result, Laplace transform of f of t by t is equal to integral of transform of f of t, that is f bar s. So this is equal to integral s to infinity. ഇവിടെ sin t യുടെ ട്രാൻസ്ഫോമിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. sin t യുടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s square plus 1 ds ആണ്. So this is equal to, we know the integral of 1 by 1 plus h square dx. 1 by 1 plus h square dx is equal to tan inverse h ആണ്. So using this result we will get integral of 1 divided by s square plus 1 is equal to tan inverse s within the limits from s to infinity. So which is equal to tan inverse infinity minus tan inverse yes, which is equal to tan inverse infinity എന്ന് പറയുന്നത് pi by 2. tan pi by 2 ന്റെ വാല്യൂ ആണ് ഇൻഫിനിറ്റി. Therefore tan inverse infinity is equal to pi by 2 minus tan inverse yes. This is the transform. വളരെ സിമ്പിൾ ആണ്. sin t യുടെ ട്രാൻസ്ഫോമിനെ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് sin t ഡിവൈഡഡ് ബൈ t ആണ്. sin t ഡിവൈഡഡ് ബൈ t യുടെ ട്രാൻസ്ഫോം കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Find the Laplace transform of 1 minus e raised to t the whole divided by t. Division by t ആണ്. First we will find the Laplace transform of 1 minus e raised to t using linearity property. This is Laplace transform of 1 minus Laplace transform of e raised to t, which is equal to
Using these basic results, Laplace transform of 1 is equal to 1 by s, and Laplace transform of e raised to t. E raised to at യുടെ ട്രാൻസ്ഫോം 1 by s minus a ആണ്. എക്ക് പകരം 1 കൊടുത്താൽ e raised to t യുടെ ട്രാൻസ്ഫോം ആയി. That is 1 by s minus 1. So this is 1 by s minus 1 by s minus 1. Now Laplace transform of 1 minus e raised to t by t, division by t. ഈ റിസൾട്ട് ഉപയോഗിക്കുക. f of t by t യുടെ ട്രാൻസ്ഫോം കാണാൻ ന്യൂമറേറ്ററിലുള്ള f of t യുടെ ട്രാൻസ്ഫോമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. So we will integrate 1 by s minus 1 by s minus 1 with respect to s within the limits from s is equal to s to infinity. So this is equal to 1 by s in the integral എന്ന് പറയുന്നത് log s ആണ്, minus 1 by s minus 1 in integral log of s minus 1 ആണ്, within the limits from s to infinity. So which is equal to ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദിസ് ഈസ് ലോഗ് എസിന് പകരം ഇൻഫിനിറ്റി കൊടുത്താൽ ലോഗ് ഇൻഫിനിറ്റി മൈനസ് ലോഗ് ഇൻഫിനിറ്റി മൈനസ് 1. ഇൻഫിനിറ്റി ലോഗ് ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആണ്, ലോഗ് ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ടേംസ് ഒക്കെ വരുന്നുണ്ട്. ആൻസറിൽ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ അത് മീനിങ് ഫുൾ അല്ല. ഓൾറെഡി ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇൻ്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യണം, പ്രൊവൈഡഡ് ദ ഇന്റഗ്രൽ എക്സിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. ആൻസർ ഇൻഫിനിറ്റി വരാൻ പാടില്ല. സോ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളതൊക്കെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഫൈനൈറ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നൗ വി വിൽ സിംപ്ലിഫൈ ദിസ്. വി ആർ യൂസിങ് ടു പ്രോപ്പർട്ടീസ്. ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. Log a minus log b is equal to log a by b. So this is log of s divided by s minus 1 within the limits from s to infinity. ഇപ്പോഴും നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ടില്ല, കാരണം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ലോഗ് ഓഫ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോമിലായി. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഈ ആൻസർ ശരിയല്ല. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഈസ് നോട്ട് ഡിഫൈൻഡ്, ഇറ്റ് ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാറായിട്ടില്ല. വീണ്ടും സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി എക്സ്പ്രഷൻ ആണ്, ഡിനോമിനേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി എക്സ്പ്രഷൻ ആണ്. സോ ടേക്ക് ഹയസ്റ്റ് ഡിഗ്രി ടേം കോമൺ ബോത്ത് ഫ്രം ദി ന്യൂമറേറ്റർ ആൻഡ് ദി ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിലുള്ള ഹയസ്റ്റ് ഡിഗ്രി ടേം വെളിയിലെടുക്കുക. എസ് ആണ്, അതിൻ്റെ എസ് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ എസ്, ബാക്കി 1. ഡിനോമിനേറ്ററിലുള്ള എസ് മൈനസ് 1, ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറയുന്നത് എസ് ആണ്, എസ് റേസ് ടു 1. Take s outside from the denominator, you will get s into 1 minus 1 by s within the limits from s to infinity. നമുക്ക് ഒരു എസും ഡിനോമിനേറ്ററിൽ ഒരു എസും ക്യാൻസൽ ചെയ്ത് കളയാം. So this is equal to log 1 divided by 1 minus 1 by s within the limits from s to infinity. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ആൻസർ കിട്ടുന്നത് log of 1 divided by 1 minus, when s is equal to infinity, you will get 1 by infinity. 1 by infinity is tending to 0. So when s is tending to infinity, 1 by s is tending to 1 by s is tending to 1 by infinity, which is tending to 0. This is the upper limit value. Minus lower limit value എന്ന് പറയുന്നത് replace s by s itself, 1 by 1 minus 1 by s. ഇപ്പോൾ ഇവിടെ ആൻസറിൽ ഇൻഫിനിറ്റി ഇല്ല. So this is equal to log 1 by 1 minus 1 is log 1 minus log 1 by 1 minus 1 by s. But log 1 is, you know that log 1 is equal to 0. So that is equal to 0 minus log of 1 by 1 minus 1 by s. This is the answer. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഇൻഫിനിറ്റി വരാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ. log s minus log s minus 1 within the limits from s to infinity. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആൻസറിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുന്നു, ആൻസറിൽ ഇൻഫിനിറ്റി വരുന്നു. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുകയാണ്. log a minus log b എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചതിനെ log a by b എന്ന രീതിയിൽ എഴുതുന്നു. log a by b എന്ന രീതിയിൽ എഴുതി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ആൻസറിൽ ഇൻഫിനിറ്റി വരുന്നു, ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുന്നു. സോ വി കാനോട്ട് അപ്ലൈ ദ ലിമിറ്റ്.
സോ അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുക. ഇങ്ങനെ വരുന്ന കേസിൽ പോളിനോമിയൽസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരികയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ടേക്ക് ഔട്ട് ദി ഹയസ്റ്റ് ഡിഗ്രി ടേം കോമൺ ബോത്ത് ഫ്രം ദി ന്യൂമറേറ്റർ ആൻഡ് ദി ഡിനോമിനേറ്റർ. ഹയസ്റ്റ് ഡിഗ്രി ടേം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വെളിയിലെടുക്കുക, ക്യാൻസൽ ചെയ്യുക, then apply the limits, you will get a finite answer. This is the methods. So another question, find the Laplace transform of e raised to minus t into sine t by t. Laplace transform of e raised to minus t into sine t by t. ഈ പ്രോബ്ലത്തിൽ ഡിവിഷൻ ബൈ ടി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇ റേസ് ടു മൈനസ് ടി ഉണ്ട്. ഡിവിഷൻ ബൈ ടിയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യണം, ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞല്ലോ, ഷിഫ്റ്റിംഗ് തിയറം ഏറ്റവും അവസാനത്തേക്ക് വയ്ക്കുക, ബാക്കിയുള്ളതൊക്കെ ആദ്യമേ ചെയ്യുക. പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് അത് സഹായമാകും. സോ ഫസ്റ്റ് ലാപ്ലേസ് വി വിൽ ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി. Laplace transform of sin t is equal to 1 divided by s square plus 1. Therefore, Laplace transform of sin t by t is equal to integral s to infinity 1 by s square plus 1 ds. Sin t യുടെ ട്രാൻസ്ഫോമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. അതിൻ്റെ ആൻസർ പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് എന്നാണ്. തൊട്ട് മുമ്പ് ചെയ്തൊരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി ബൈ ടി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ആപ്ലിക്കേഷൻസ് ഓഫ് ഷിഫ്റ്റിംഗ് തിയറം, ജസ്റ്റ് റീപ്ലേസ് എസ് ബൈ എസ് മൈനസ് എ. സോ ഹിയർ എ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ടി, ദാറ്റ് ഈസ് -1. സോ റീപ്ലേസ് എസ് ബൈ എസ് മൈനസ് എ, ദാറ്റ് ഈസ് എസ് ബൈ എസ് മൈനസ് ഓഫ് -1 ഓർ എസ് പ്ലസ് 1. ഇതിൻ്റെ ആൻസറിൽ എസിന് പകരം എസ് പ്ലസ് 1 കൊടുത്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 1. ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. മറ്റു രീതിയിൽ ഇത് ചെയ്യാം. ആദ്യം ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി ഒരു ട്രാൻസ്ഫോം കാണാം. ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടിയുടെ ട്രാൻസ്ഫോമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി ബൈ ടി. ഡിവിഷൻ ബൈ ടി ആണ്. ആദ്യമേ സൈൻ സ്ക്വയർ ടിയുടെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം സൈൻ സ്ക്വയർ ടി. സൈൻ സ്ക്വയർ ടിയുടെ ട്രാൻസ്ഫോം കാണണമെങ്കിൽ ആദ്യം സൈൻ സ്ക്വയർ ടിയെ മാറ്റി എഴുതുക. സൈൻ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചതാണ്. സൈൻ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2t ദി ഹോൾ ഡിവൈഡഡ് ബൈ 2. Therefore, Laplace transform of sin square t is equal to Laplace transform of 1 minus cos 2t the whole divided by 2. Apply linearity property. Take 1 by 2 outside. Laplace transform of 1 minus Laplace transform of cos 2t is equal to 1 by 2 into Laplace transform of 1 is 1 by s minus Laplace transform of cos 2t s by s square plus 2 square. This is the Laplace transform of sin square t. So, to find the Laplace transform of sin square t by t, using that property, you just integrate the transform of sin square t with respect to s. Integral s to infinity 1 by 2 into 1 by s minus s by s square plus 4 ds, which is equal to 1 by 2 വെളിയിലെടുക്കുക. Integral of 1 by s minus s by s square plus 4 ds with respect to s within the limits from s to infinity. So this is equal to 1 by 2 into integral of 1 by s is log s minus what is integral of s by s square plus 4? What is integral of s by s square plus 4 ds? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ മതി. ഡിനോമിനേറ്റർ ഉള്ളത് എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. ഡിനോമിനേറ്റർ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 2s into ds ആണ്. If you differentiate the denominator, you will get 2s into ds.
ഈ 2s into ds-ലെ s into ds നമുക്ക് ക്വസ്റ്റ്യനിലെ ന്യൂമറേറ്ററിന്റെ ഭാഗമായിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ കിട്ടുന്നുണ്ട് എങ്കിൽ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിന്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം. സോ പുട്ട് t is equal to the denominator. Therefore dt is equal to 2s into ds, or s into ds is equal to 1/2 into dt. So this is equal to integral s into ds ന് പകരം നമുക്ക് 1/2 dt കൊടുക്കാം, divided by s square plus 4 ന് പകരം നമ്മൾ t ആണ് കൊടുക്കുക. So this is equal to 1/2 into integral of 1/t, that is log t, which is equal to 1/2 into integrate ചെയ്ത് കഴിഞ്ഞാൽ t യുടെ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കാം. t is equal to s square plus 4. So this log of s square plus 4. So ഇവിടെ s by s square plus 4 ന്റെ ഇന്റഗ്രൽ 1/2 into log of s square plus 4 within the limits from s to infinity. നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൂചിപ്പിച്ചതുപോലെ എസിന് വരെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ആൻസറിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുന്നുണ്ടോ, ആൻസറിൽ ഇൻഫിനിറ്റി വരുന്നുണ്ടോ എന്ന് നോക്കുക. പറയാൻ പാടില്ല. ലോഗ് എസിന് വരെ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോഗ് ഇൻഫിനിറ്റി മൈനസ് അഗെയിൻ ലോഗ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സോ ദിസ് ഈസ് ലോഗ് എസ് മൈനസ് മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. വി നോ ദാറ്റ് എച്ച് ടൈംസ് ലോഗ് y is equal to log of y raised to x എന്ന് മാറ്റി എഴുതാം. h times log y is equal to log of y raised to x. So 1/2 times log of s square plus 4 is equal to log of s square plus 4 the whole raised to 1/2. But again we know that x raised to 1/2 is same as square root of x. So this is log of square root of s square plus 4. So this is log of square root of s square plus 4 within the limits from s to infinity. ഇവിടെ വീണ്ടും ലിമിറ്റ്സ് അപ്ലൈ ആയിട്ടില്ല. ലിമിറ്റ്സ് എസിന് വരെ ഇൻഫിനിറ്റി കൊടുത്താൽ ദിസ് ഇസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു നൗ വി വിൽ അപ്ലൈ log a minus log b. Log a minus log b is log a by b. So log a by b എന്ന ഫോമിലായി. ഇവിടെ എസിന് പകരം ലിമിറ്റ്സ് അപ്ലൈ ചെയ്താൽ ദിസ് ഈസ് ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോം ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ആൻസർ ഫൈനൈറ്റ് അല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഫർദർ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് ഡിഗ്രി ടേംസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വെളിയിലെടുക്കുക. ഹയസ്റ്റ് ഡിഗ്രി ടേം ന്യൂമറേറ്ററിൽ ഒരു ടേമേ ഉള്ളൂ. ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറയുന്നത് എസ് ആണ്. എസ് തന്നെ വെളിയിലെടുക്കുന്നു. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് സിമ്പലിനുള്ളിൽ ഹയസ്റ്റ് ഡിഗ്രി ടേം എസ് സ്ക്വയർ ആണ്, അത് വെളിയിലെടുക്കുക. സ്ക്വയർ റൂട്ട് സിമ്പലിനുള്ളിലുള്ള ഹയസ്റ്റ് ഡിഗ്രി ടേം. സോ 1 + 4 by s square within the limits from s to infinity. So this is equal to 1/2 into log s divided by square root of s square. Simplify on it, that is si into square root of, take s square outside the square root symbol. So si into 1 divided by 4 by s square within the limits from s to infinity. So you can cancel s in the numerator and the denominator. Now you can apply the limits. So this is 1/2 into log upper limit value, replace s by infinity. You will get 1 divided by square root of 1 plus 4 divided by infinity square. When s is tending to infinity, 1 by s is tending to 0, or 1 by s square is also tending to 0. So 4 by s square also tending to 0. When s is tending to infinity, its reciprocal tends to 0. So 1 by s square tends to 0, 4 by s square tends to 0. So when s is tending to infinity, this term is tending to 0. This is the upper limit value minus lower limit value, 1 divided by square root of 1 plus 4 by s square.
So this is equal to 1 by 2 into log 1. Log 1 is 0 minus log 1 divided by square root of 1 plus 4 by s square. This is the answer.